പുരുഷ സംഘടനയ്ക്ക് വേണ്ടി എപ്പോഴും വാദിക്കുന്ന അല്ലെങ്കിൽ പുരുഷ സംഘടനയ്ക്ക് വേണ്ടി എപ്പോഴും ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദമുയർത്തിയതിന് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോടതി അടക്കം ജാമ്യം നിഷേധിക്കുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്തു. പിന്നെ നിരാഹാര സമരത്തിലടക്കം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കോടതി സമുച്ചയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി 3 ദിവസം കസ്റ്റഡി അപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ വക്കീൽ അലക്സ് കെ ജോൺ ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ? ജാമ്യാപേക്ഷ തള്ളി റിമാൻഡിലേക്ക് പിന്നെയും കസ്റ്റഡിയിലേക്ക് അല്ല, ജാമ്യാപേക്ഷ തെളിയതല്ല, അത് ഓൾറെഡി തെളിയതാണ്. ആദ്യത്തെ ദിവസം തന്നെ വാദം പറഞ്ഞ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓൾറെഡി ഡിസ്മിസ് ചെയ്തതാണ്. ആ ഓർഡറിനെതിരെ ഞങ്ങൾ ഇന്നലെ രാവിലെ ഇവിടുത്തെ സെഷൻസ് കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ രാവിലെ ഫയൽ ചെയ്തു. ഉച്ചയ്ക്ക് ഒരു 5 മണിയോട് വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി അത് നമ്പർ ആവുകയും ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ മാധ്യമങ്ങൾ വഴി അറിയുന്നത് ഇവർ കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവാണെന്ന്. എന്തിന്? ഈ രാഹുൽ ഈശ്വറിനെ പ്രത്യേകമായ രീതിയിൽ അവരുടെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഈ അന്വേഷണം നടത്തുവാൻ വേണ്ടി. അപ്പോൾ അത് സാധാരണ പോലീസുകാർ ഇങ്ങനെയാണ്, നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന സമയത്താണ് ഓടി പിടിച്ചു വന്ന് കസ്റ്റഡി ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം ഇന്ന് രാവിലെ വളരെ ധൃതിപ്പെട്ട് ഇന്ന് ഉണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷൻ ഞങ്ങളുടെ കിട്ടും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഈശ്വർ ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ഭാവിയിൽ ദുരുപയോഗം ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ദൃശ്യങ്ങളും മറ്റും കാര്യങ്ങളും ഈ ലാപ്ടോപ്പിനകത്തുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അവർക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു. കോടതി അന്നേരം ചോദിച്ച് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ലല്ലോ എന്താണ് കാര്യങ്ങൾ, എന്താണ് ഇത്, അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരത്താണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇവിടെ തന്നെയാണ്. പിന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലവും ഇവിടെ തന്നെയാണ്. അത് അര ദിവസം കൊണ്ട് തീർക്കാനേ ഉള്ളൂ ഈ അന്വേഷണം. ഈ 3 ദിവസത്തെ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റഡി ഇരിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കും നമുക്കറിയില്ല. പക്ഷേ അത് വളരെ മാന്യമായിട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു, ഒരു ദിവസം എടുത്തോ, അന്വേഷണമായിട്ട് സഹകരിക്കാൻ വേണ്ടി ഒരു ദിവസം എടുത്തോളാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ കോടതി 2 പേരുടെയും വാദം കേട്ടതിന് ശേഷം ഇന്നും നാളെയും ആയിട്ട് അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. നാളെ 5 മണിക്ക് മുമ്പേ അദ്ദേഹത്തെ തിരിച്ചിവിടെ ഹാജരാക്കണമെന്നാണ് പറഞ്ഞത്. നിരാഹാര സമരം തുടരുകയാണല്ലോ? ആണോ? നിരാഹാര സമരവും ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞാൻ നിയമപരമായിട്ടുള്ള കാര്യം ഞാൻ നിയമത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? അങ്ങനെ രാഹുലിനെ കാണാൻ ആർക്ക് കാണാൻ തുടരുന്നത് കൊണ്ട് അതൊക്കെ പോലീസ് നോക്കേണ്ട കാര്യമല്ലേ? അത് ഞങ്ങൾ പ്രതിയാണല്ലോ രാഹുൽ. അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. പോലീസിൻ്റെ ജയിൽ അധികൃതരുടെയും ഉത്തരവാദിത്വമാണ് അവരുടെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ളത്. അത് അവർ ചെയ്തോളും, നമ്മളത് പറയേണ്ട കാര്യമില്ല. മറ്റു പ്രതികളെ ഒന്നും തന്നെ പിടികൂടിയിട്ടില്ല. അതാണ് ഞാൻ അന്ന് തൊട്ട് പറയുന്ന ഒരു കാര്യം. അവരെല്ലാം പബ്ലിക് ഡൊമൈനിലും ചർച്ചകളിലും എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്നും വിടാതെ 5ാം പ്രതിയായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ പിടിച്ചു. എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ സെക്ഷലി മാർക്ക്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്, റിമാർക്സ് എവിടാ പറഞ്ഞിരിക്കുന്നത്? മാഡം കണ്ടു കാണുമല്ലോ. എവിടെയെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രയോഗിക്കാൻ കൊള്ളാത്ത ഒരു സെക്ഷലായിട്ടുള്ള ഏതെങ്കിലും വേർഡ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ ഒരു സത്യം പറഞ്ഞ ഒരു കള്ളക്കേസ് തന്നെ വേണമെങ്കിലല്ല കള്ളക്കേസ് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ സെക്ഷലി റിമാർക്ക്ഡ് സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ട് പേരും തെറ്റുകാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും തെറ്റുകാരനാണ്, അതിജീവിത എന്ന് പറഞ്ഞ ആളും തെറ്റുകയാണ്. 2 പേരും തെറ്റുകയാണ്. അന്നേരം അതിജീവിത എന്ന് പറയുന്ന ആളിനെ അതിജീവിത എന്ന് പറയാൻ പാടില്ല. അതിജീവനം നടത്തിയ ആളല്ല. അതൊരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്, ക്രിയാത്മകമായിട്ടുള്ള നിരീക്ഷണമാണ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ ആ രീതി കാണുന്നതിന് പകരം ഉടനെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇടിച്ച് വിടുകയെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം. ഇത്രയും മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. പിന്നെ അദ്ദേഹം കോടതിയെ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഹണി റോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കോടതി അനുവദിച്ചപ്പോൾ കോടതി പ്രത്യേകം ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. അത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഫോളോ ചെയ്തു.
പിന്നെ റെനി എന്ന് പറഞ്ഞ മാധ്യമ സുഹൃത്ത് ഇദ്ദേഹത്തിന് നേരെ പരാതി കൊടുത്തപ്പോൾ അന്നേരം നോൺ ബെയിലബിൾ ഒഫൻസ് ഇല്ലാത്തതുകൊണ്ട് ബെയിൽ നമുക്കൊന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അതിന് പ്രത്യേകമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇഫ് എനി നോൺ ബെയിലബിൾ ഒഫൻസ് ഈസ് ഇൻസേർട്ടഡ് the notice should be served to the accused. അതിവിടെ നടന്നിട്ടില്ല. ശരിയാ, സബ്ജക്റ്റ് മാറ്റർ ഒന്നാണെന്ന് ഓർത്തോണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് മാറ്റർ അന്നേരം ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു ആളിന് അദ്ദേഹത്തെ ഒരു നോട്ടീസ് കൊടുത്ത് വരുത്താനുള്ള മടി എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നോട്ടീസ് നൽകി കൈപ്പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് വെറും ശുദ്ധ കളവാണ്. കാര്യം എന്ന് വെച്ചാൽ എന്നെ അദ്ദേഹം 3 മണിക്ക് ഞായറാഴ്ച വിളിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു പോലീസുകാർ, അന്നേരം ഞാൻ എടുത്ത പോലെ പറഞ്ഞതാണ്, നമുക്ക് നോട്ടീസ് തരണമല്ലോ, നോട്ടീസ് കിട്ടിയിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഇന്ന ടൈമിൽ ഇന്ന ദിവസം അവിടെ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് കിട്ടും, അത് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. പക്ഷേ 8:30 അറിയുന്നു അദ്ദേഹത്തെ നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ടിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്, നഗ്നമായ നിയമലംഘനമാണ്. 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് സമർപ്പിച്ചിരുന്നതെങ്കിൽ പോലും 2 ദിവസത്തെ അപേക്ഷ ആണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വക്കീൽ പറഞ്ഞത് പ്രകാരം 2 ദിവസം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. എന്തായാലും ജാമ്യാപേക്ഷ അടുത്തതായിട്ട് വീണ്ടും സമർപ്പിക്കും എന്നുള്ളതാണ് വക്കീൽ പറയുന്നത്. നിരാഹാര സമരം വീണ്ടും അദ്ദേഹം തുടരുമെന്നും ചായയും കൂടാതെ വെള്ളവും മാത്രമാണ് അദ്ദേഹം കുടിക്കുന്നത്, മറ്റ് ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറയുന്നത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, ഹൈക്കോടതിയിലേക്കാണ് അടുത്ത ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വിവരം. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.